അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇത് കോളേജുകളുടെ സാമ്പത്തിക ഭാവിയെയും ഗവേഷണ പ്രവർത്തനങ്ങളെയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത്. ട്രംപിന്റെ പുതിയ നയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രംപ് ഭരണകൂടം ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കാൻ ശ്രമിക്കുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. പുതിയ വിദ്യാർത്ഥികളുടെ വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം 15% പരിമിതപ്പെടുത്താൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമാണിതെന്നാണ് റൂബിയോ പറയുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധമുള്ള വിദ്യാർത്ഥികളെയും തന്ത്രപ്രധാന മേഖലകളിൽ പഠിക്കുന്നവരെയും ആണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എന്നാൽ ആരൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്നതെന്നോ ഏതൊക്കെ മേഖലകളാണ് നിർണായകമെന്നോ വ്യക്തമല്ല. യൂണിവേഴ്സിറ്റികളുടെ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ക്യാമ്പസുകളിൽ ഏകദേശം 41,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇത് മൊത്തം വിദ്യാർത്ഥികളുടെ 13%. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളിൽ 31% വിദേശത്തുള്ളവരാണ്. യുസിയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 43% ചൈനയിൽ നിന്നുള്ളവരാണ്. യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത്, ഞങ്ങളുടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും അധ്യാപകരും യൂണിവേഴ്സിറ്റി സമൂഹത്തിലെ പ്രധാന അംഗങ്ങളാണ്. ഗവേഷണം, അധ്യാപനം, രോഗീ പരിചരണം, പൊതുസേവനം എന്നിവയിൽ അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് എന്നാണ്. സ്റ്റാൻഫോർഡ്, കാൽടെക് പോലുള്ള പ്രമുഖ സ്വകാര്യ സർവകലാശാലകളും ഈ നീക്കങ്ങളിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. സ്റ്റാൻഫോർഡ് പ്രസിഡന്റ് ജൊനാഥൻ ലെവിൻ രാജ്യത്തിന് സംഭാവന നൽകാൻ കഴിവുള്ള ചെറുപ്പക്കാരെ ഒഴിവാക്കുന്നത് സ്വയം പരാജയപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. കാൽടെക് വക്താവ് ഷെയ്ന ചാബ്നർ വിദേശ പ്രതിഭകൾ AI, സ്മാർട്ട് ഫോണുകൾ, പേഴ്സണൽ കമ്പ്യൂട്ടിംഗ്, ഹ്യൂമൻ ജീനോം സീക്വൻസിംഗ് തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെന്നും ട്രംപിന്റെ നടപടികൾ ഗവേഷണം, വിദ്യാഭ്യാസം, ഇന്നോവേഷൻ എന്നിവയ്ക്ക് ദോഷകരമാണെന്നും കൂട്ടിച്ചേർത്തു. സാമ്പത്തികപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. US-ൽ ഏകദേശം 1.1 ദശലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇത് മൊത്തം വിദ്യാർത്ഥികളുടെ 6.6%. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ സ്റ്റുഡന്റ് എയ്ഡ് ലഭിക്കാത്തതിനാൽ അവർക്ക് മുഴുവൻ ട്യൂഷൻ ഫീസും നൽകേണ്ടി വരും. ഇത് പല സർവകലാശാലകൾക്കും വലിയ വരുമാനമാണ്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ US സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം $44 ബില്യൺ സംഭാവന നൽകുകയും 3,78,000-ത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുവെന്ന് പ്രസിഡന്റ്സ് അലയൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഇമിഗ്രേഷൻ എന്ന സംഘടന പറയുന്നു. ട്രംപിന്റെ നയം അമേരിക്കൻ സർവകലാശാലകളുടെ സാമ്പത്തിക സ്ഥിതിയെയും ഗവേഷണ പ്രവർത്തനങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം 15% പരിമിതപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ കണക്കിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിലെ പ്രൊഫസർ ഷോൺ ഹാർപ്പർ പറഞ്ഞു. ട്രംപിന്റെ നീക്കങ്ങൾ യൂണിവേഴ്സിറ്റികൾക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ലിബറൽ ചിന്താഗതിക്കാരുടെ കേന്ദ്രങ്ങളായി സർവകലാശാലകളെ അദ്ദേഹം കാണുന്നതിലാണ് ഈ നീക്കം. നേരത്തെ നിലവിലുള്ള വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാനും പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ചേർക്കുന്നത് തടയാനും ട്രംപ് ശ്രമിച്ചിരുന്നു. എന്നാൽ ഫെഡറൽ ജഡ്ജിമാരും യൂണിവേഴ്സിറ്റികളും ഇത് തടയുകയായിരുന്നു. ട്രംപിന്റെ നീക്കത്തിനെതിരെ വിമർശനവുമായി വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ തടയുന്നത് ദൂരക്കാഴ്ചയില്ലാത്തതും പ്രതികാരപരവുമാണെന്ന് UC ബെർക്ലിയിലെ ജോൺ ഓബ്രി ഡഗ്ലസ് അഭിപ്രായപ്പെട്ടു. ഇത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദോഷകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം നടപടികൾ രാജ്യത്തിന് ദോഷകരമാണെന്നും പല വിദേശ നേതാക്കളും ചെറുപ്പത്തിൽ US-ൽ പഠിച്ചവരാണെന്നും അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും കാർഡിനൽ എഡ്യൂക്കേഷൻ CEO അലൻ കോഹ് പറയുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരായ ഈ നീക്കം രാജ്യത്ത് ഭയം, അസ്ഥിരത, അനിശ്ചിതത്വം എന്നിവ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് ഭരണകൂടം ഈ തീരുമാനം മാറ്റണമെന്നും പ്രസിഡന്റ്സ് അലയൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഇമിഗ്രേഷൻ എന്ന സംഘടന ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറയ്ക്കാനുള്ള ട്രംപിന്റെ നീക്കം അമേരിക്കൻ സർവകലാശാലകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ട്രംപിന്റെ ഈ പുതിയ നയം അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഇത് വിദ്യാഭ്യാസ മേഖലയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലും കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.